ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേയായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണ് കേട്ടോ. ഞാൻ ഒന്ന് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വാരണാസി വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ബിറ്റ്സൊക്കെ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയേക്കണേ. അപ്പോൾ അങ്ങനെ മമ്മി ഒക്കെ ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്തിനാണ് വാരണാസിക്ക് വന്നതെന്ന് വെച്ചൊരു ജോബ് സെറ്റായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നതാണ്, ട്രിപ്പായിട്ട് പോയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വീട്ടിലെല്ലാവരും മിസ് ചെയ്യണതുകൊണ്ടുള്ള അത്രയും ഇത് ഉണ്ടായില്ല. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ചെക്കിനൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഫ്ലൈറ്റ് ആക്ച്വലി 1 hour ഡിലേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ സമയം പോയി. 10 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ്, ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ഏകദേശം 10:45 എന്തോ ആയപ്പോഴാണ് ടേക്ക് ഓഫ് ആയത്. പിന്നെ അപ്പോൾ കൊച്ചിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ്, ആ ഒരു ഏരിയയ്ക്കാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ ഞാൻ ഗേറ്റ് നമ്പർ 7 നിന്നായിരുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോയത്, ഇൻഡിഗോയിലാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചി ടു ബാംഗ്ലൂർ ടു വാരണാസി അങ്ങനെയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ കണ്ടോ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്നു. കോഫിക്കൊക്കെ നല്ല റേറ്റാണ്, നമുക്ക് വാങ്ങിക്കാനൊന്നും മുതലാവുകയില്ല, അത്രയ്ക്ക് റേറ്റ്. ഓക്കെ, ഇനി വീസ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ അവിടെ ഒക്കെ പോയി ചുമ്മാ വീഡിയോസൊക്കെ എടുത്തതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ഇത് അതിൻ്റെ ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അന്നേരമൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോകല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ ഒരു ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നു. പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങോട്ടും ബാംഗ്ലൂരിൽ നിന്നും വിൻഡോ സീറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. ഞാനിതിപ്പോൾ ടേക്ക് ഓഫ് ആവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക അവിടെ നിന്ന്. ഇത് കുറേ നേരം റൺവേയിലോട്ട് പോകാനായിട്ടൊക്കെ സമയം എടുക്കണം. അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഭയങ്കര, ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊങ്ങുമ്പോൾ നമുക്കൊരു പേടി പോലെ തോന്നുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെ നമ്മുടെ ചെവി അടയും, കുറച്ച് മുകളിലോട്ട് ഹൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെവിയൊക്കെ അടയും, വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. അതിങ്ങനെ ഒരൊറ്റ എടുക്കലാണല്ലോ. ലാൻഡ് ചെയ്യുമ്പോഴും ഭയങ്കര പ്രശ്നമൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെ പ്രശ്നം പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മേഘങ്ങളുടെ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല രസമാണ് കാണാനായിട്ട്. ബാംഗ്ലൂർ ഒരു 2 മണിക്കൂർ നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമുക്ക് അത്രയും ലേ ഓവർ കിട്ടിയില്ല. ഇതുകൊണ്ട് ഇപ്പം തന്നെ ടേക്ക് ഓഫ് ആവും കേട്ടോ. സ്പീഡ് കൂടി കണ്ടോ, ഇപ്പം തന്നെ അത് ഇങ്ങനെ സ്പീഡ് കൂടുമ്പോൾ നമുക്കൊരിത് തോന്നും. പക്ഷെ അതങ്ങ് ടേക്ക് ഓഫ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ. ഫ്ലൈറ്റിലൊക്കെ ഫസ്റ്റ് ടൈമും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തായാലും ഫ്ലൈറ്റ് യാത്രയൊക്കെ വൺസ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ടേക്ക് ഓഫ് ആയി പൊങ്ങി. നമ്മൾ അത്യാവശ്യം മേളിലെത്തുമ്പോൾ തന്നെ നമുക്ക് താഴെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ.
ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ചെറുതുപോലെ നമുക്ക് കുറച്ച് പൊങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതായത് കണ്ട ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി എന്ത് രസമല്ലേ, നമുക്കങ്ങനെ ചെന്ന് അതിനെ പിടിച്ചെടുക്കാനൊക്കെ തോന്നും. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത്, നല്ല രസമാണ്. ഇതിപ്പോൾ എവിടെ സ്ഥലം എന്നൊന്നും നമുക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല, എവിടേക്കോ ആണ്. ബാംഗ്ലൂർ പിന്നെ അധികം ലേ ഓവർ 2 മണി. ഇതിപ്പോൾ ബാംഗ്ലൂരായിട്ടോ, ബാംഗ്ലൂർ നമ്മളെത്തി. അവിടെ ബോർഡിംഗ് പാസ് ഓൾറെഡി നമുക്ക് കൊച്ചിയിൽ നിന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ചെക്ക് ഇൻ ചെയ്യാനുണ്ടായിരുന്നു. അവർ എൻ്റെ എന്തൊക്കെയോ മറ്റേ കൊച്ചിയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചു എൻ്റെ ബാഗിൽ നിന്ന്. ബാംഗ്ലൂർ ചെന്നപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു, എൻ്റെ അങ്ങനെ എന്തൊക്കെയോ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയ സാധനങ്ങൾ 2-3 അവരവിടെ മേടിച്ച് വെച്ചു. ഇതിപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളിയാണ് കേട്ടോ, അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കധികം സമയം കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത്. ലേ ഓവർ ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, കൊച്ചിയിലെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അധികം സമയം കിട്ടിയില്ലായിരുന്നു, കറക്റ്റ് ടൈമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വാരണാസിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റിൽ സെയിം ഇൻഡിഗോ തന്നെയായിരുന്നു. അയ്യോ ഇത് നോക്കി എന്ത് രസമായിരുന്നു എന്നറിയാം. ഇത് നമ്മൾ നോർത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു ക്ലൗഡിൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ വാരണാസിയിൽ ലാൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ ഒരു ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിരുന്നു, എന്തായാലും സൂപ്പർ.